ഉണ്ടു നിറഞ്ഞ വയറുമായി നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന 2 കുടുംബങ്ങളുണ്ട് പത്തനംതിട്ട ആറന്മുളയിൽ. മുൻകാലങ്ങളിൽ നടന്ന സംഭവത്തിന്റെ പ്രായശ്ചിത്തമായാണ് ഇവർ എല്ലാ വർഷവും തിരുവോണത്തിന് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. എല്ലാവരും ഈ തിരുവോണ നാളിൽ വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയൊക്കെ കഴിച്ച് ഇരിക്കുകയായിരിക്കും. പക്ഷേ ഈ ചില ആളുകൾക്കൊക്കെ ഓണസദ്യ കഴിക്കാൻ കഴിയാത്തവരുണ്ട്. അത് സാഹചര്യങ്ങൾ മൂലമൊക്കെ കഴിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ എല്ലാവർക്കും സദ്യയൊക്കെ തന്നെ പലയിടങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന ഈ തിരുവോണ നാളിൽ ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന ചില കുടുംബങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിന് സമീപമുള്ള തെക്കടത്തില്ലത്താണ്. അവിടെ കാലങ്ങളായിട്ട് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തിരുവോണ നാളിൽ ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്ന ഇവിടുത്തെ കാരണവരുണ്ട്. നമ്മൾ അവരോട് തന്നെ ആ വിശേഷങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആചാരം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ആചാരം അനുഷ്ഠിക്കുന്നത് ഈ തെക്കേടത്തില്ലത്തെ നാരായണൻ മൂസതാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ ആചാരം എന്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു ഈ ആചാരം എന്തിൻ്റെ ഭാഗമെന്ന് ചോദിച്ചാൽ പണ്ട് പുരാതന കാലത്ത് ഇവിടെ പാടങ്ങളിൽ നെല്ല് കൊയ്ത് അറകൾ സൂക്ഷിച്ചിട്ട് ഓണസമയത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു, സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അതിന് ഒരു വർഷം അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഈ ഞങ്ങളുടെ ക്രിസ്ത്യാനി കുടുംബത്തിലെ കാരണവന്മാർ പോയി നിന്നാണ് നെല്ലളന്ന് കൊടുത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷം അത് അങ്ങനെ പോയി നെല്ലളന്ന് കൊടുത്ത കൂട്ടത്തിൽ ഒരു മഴ ദിവസമായ ഒരു പാവപ്പെട്ട സ്ത്രീ അവിടെ വന്ന് നിന്ന് ഈ പാളയം ചൂടി നിന്ന് നെല്ല് കിട്ടുമെന്ന് വെച്ചാൽ പ്രതീക്ഷ അവസാനം ഇതാരും ശ്രദ്ധിച്ചില്ല. ഈ കാരണവന്മാരാരും അതിൽ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരും ശ്രദ്ധിച്ചില്ല. ഇവരിങ്ങനെ പാട്ടിലേക്ക് അവിടെ നിന്നു നെല്ല് കിട്ടും എന്നുള്ളൊരു ധാരണയിൽ നിന്ന് രാത്രിയായപ്പം ഇവർ മറ്റുള്ള ജോലിക്കാരെല്ലാം ഇതടച്ച് കാരണവന്മാരും എല്ലാം അവിടെ നിന്ന് പോകുന്നു. ഇവർ മാത്രം അവിടെ നിന്നു. അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ ഇവർ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അന്നേരം ഇവരുടെ ക്രിസ്ത്യാനികളുടെ കുടുംബത്തിൽ ഓരോ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ ഇതാണ് കാരണം. ഞങ്ങളുടെ കാരണമാണ് ഇവർക്ക് ഇങ്ങനെ മരിച്ചു പോയത്. പ്രശ്നവിധിയിൽ തെളിഞ്ഞതാണ്, ആ പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യമായത്. അന്നേരം അതിന് പരിഹാരമായിട്ടുള്ള എന്താ ചെയ്യേണ്ട പരിഹാരക്രിയകൾ നോക്കും. പലതും ഒരു ഇങ്ങനെ പ്രശ്നം വെച്ചപ്പം ഒന്നും ശരിയാണ്. ഇതാണ് ഒരു പോംവഴിയായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും ആചാരം അങ്ങനെ അന്വേഷിച്ചു വരുന്നു. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.